ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. രണ്ടാമത്തെ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, വോയിസസ് ഇൻ യൂണിസൺ. 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരെങ്കിൽ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. ഏതാണ് മൂന്നാമത്തെ ചാപ്റ്റർ? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ആരാണ് പട്ടം പറത്തിയത് അല്ലേ? ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്, ചെറിയൊരു കഥയാണ്. നമുക്ക് കഥ റീഡ് ചെയ്യുന്നതിന് മുമ്പ് കഥയുടെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ സബ്ജക്റ്റിന് 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റും നമ്മുടെ ടോപ്പേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പ്ലേലിസ്റ്റ് ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കഥ സ്റ്റാർട്ട് ചെയ്യാം, നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്, ചാപ്റ്റർ 3. Have you ever tried to fly a kite? നിങ്ങൾ എപ്പോഴെങ്കിലും പട്ടം പറത്തിയിട്ടുണ്ടോ? നല്ല രസമാണല്ലേ കാറ്റത്ത് ഇങ്ങനെ പട്ടം പറത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു പട്ടമൊക്കെ ഉണ്ടാക്കി പറത്തി നോക്കുക. വാട്ട് റിയലി മേക്സ് എ കൈറ്റ് ഫ്ലൈ? അപ്പം ആരാണ് ശരിക്കും പട്ടം പറത്തുന്നത്? ഈസ് ഇറ്റ് ദ വിൻഡ് or the wings or the string or the person who flies it? ഇപ്പം നിങ്ങളൊരു പട്ടം പറത്തണം വിചാരിക്കുക. അപ്പോൾ ആരാണ് ശരിക്കും പട്ടത്തിന് പറത്തുന്നത്? ആരാണ്? കാറ്റാണോ അതോ or the wings? വിങ്സ് എന്ന് വെച്ചാൽ എന്താ? ചിറകുകൾ. ഇതിപ്പോൾ പട്ടമാണെങ്കിൽ ഇതാണ് അതിൻ്റെ വിങ്സ് അല്ലേ? ഈ വിങ്സ് ആണോ അതോ അത് കണക്ട് ചെയ്തിട്ടുള്ള ഈ സ്ട്രിങ് അല്ലേ, ഈ എന്താണ് നൂലാണോ, അതോ അത് പിടിച്ചിരിക്കുന്ന ആ പേഴ്സൺ, ആരാണോ പട്ടം പിടിച്ചിരിക്കുന്ന ആ പേഴ്സൺ ആണോ പട്ടം പറത്തുന്നത്? അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം റിലേറ്റ് ചെയ്തിട്ടാണ് ഈ കഥ വരുന്നത് കേട്ടോ. ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? കഥ വൺ ടൈം റീഡ് ചെയ്യാം. ഇപ്പൊ എന്തൊക്കെ ചിത്രത്തിൽ കാണുന്ന ഒരു കുട്ടി പട്ടം പറത്തുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, ആരൊക്കെയാണ് സംസാരിക്കുന്നത് നമുക്ക് നോക്കാം. On a pleasant day, the mayor of the town strolled through the park. His eyes widened as he saw a boy flying a big, colorful kite. The kite soared high, dancing in the breeze. Wow! Who made the kite fly so high? The mayor was curious. The boy replied with pride, I did, Mr. Mayor. I made the kite myself. I painted it and I fly it. Then the wind whispered softly, no, it's me. I lift the kite high into the sky. Without me, it would fall on the ground. അപ്പൊ ആരൊക്കെ ഇവിടെയുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം? ഒരു കുട്ടിയുണ്ട് അല്ലേ, ഒരു ബോയ് ഉണ്ട്, ആ ബോയിന്റെ പട്ടമുണ്ട്, കൈറ്റ് ഉണ്ട്, പിന്നെ ആരാ? വിൻഡ് ഉണ്ട്, പിന്നെ ഇത് അവിടുത്തെ മേയർ ആണ് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം മീനിങ് പറയാം. On a pleasant day, വളരെ നല്ലൊരു ദിവസം, the mayor of the town strolled through the park. ന്യൂ വേർഡ് നോക്കൂ, strolled. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താ strolled എന്ന് വെച്ചാൽ? അർത്ഥം എന്താ? ഉലാത്തുക എന്ന് വെച്ചാൽ ചുമ്മാ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. രാവിലെ അങ്ങനെ മേയർ പാർക്കിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. His eyes widened as he saw a boy flying a big, colorful kite. അപ്പോഴാണ് അദ്ദേഹം എന്ത് കണ്ടത്? ഒരു പയ്യൻ, ഒരു ബോയ് നല്ല വലിയൊരു പട്ടം, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പട്ടം നല്ല ഹൈറ്റിൽ ഇങ്ങനെ പറത്തുകയാണ്. അപ്പൊ ഇത് കണ്ട അത്ഭുതത്തോടെ നോക്കുകയാണ് കേട്ടോ മേയർ. ദ കൈറ്റ് സോർഡ്. സോർഡ് എന്താ? സോർഡ് എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ പറക്കുന്നതാണ് സോർഡ്. സോർഡ് ഹൈ, ഡാൻസിങ് ഇൻ ദ ബ്രീസ്. അപ്പൊ കാറ്റത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്ത് പട്ടം ഇങ്ങനെ ഹൈറ്റിൽ പറക്കുകയാണ്. അപ്പൊ മേയർ പറയണം, വൗ, ഹൂ മേഡ് ദ കൈറ്റ് ഫ്ലൈ സോ ഹൈ? ദ മേയർ വാസ് ക്യൂരിയസ്. അപ്പൊ അത്ഭുതത്തോടു കൂടി മേയർ എന്താ ചോദിക്കുന്നത്? അതെ, ആരാണ് ഇത്രയും ഹൈറ്റിൽ പറക്കുന്ന പട്ടം ഉണ്ടാക്കിയത് ആരാ എന്ന് ചോദിക്കുകയാണ്. The boy replied with pride. അപ്പൊ പ്രൈഡ് എന്ന് വെച്ചാൽ എന്താ? അഭിമാനം. അപ്പൊ ഇത് കേട്ട് ബോയ്, ആ ആൺകുട്ടി വളരെ അഭിമാനത്തോടു കൂടെ പറയാണ്, I did, Mr. Mayor. ഞാനാണ് മിസ്റ്റർ മേയർ. I made the kite myself. ഞാനാണ് പട്ടം നിർമ്മിച്ചത്. I painted it and I flied. ഇതിട്ട് ഞാൻ പെയിന്റ് ചെയ്തു, ഞാനിത് പറത്തി. Then the wind whispered softly. ഇത് കേട്ടിട്ട് ആരുണ്ടായിരുന്നു അവിടെ? കാറ്റ്. വിൻഡ് എന്ന് വെച്ചാൽ ആ കാറ്റ്. ഇത് കേട്ട് കാറ്റ് പതുക്കെ പറയാണ് കേട്ടോ. വിസ്പർഡ് എന്ന് വെച്ചാൽ പതുക്കെ ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? നോ, ഇറ്റ്സ് മീ. അല്ല, ഇത് ഞാനാണ് പറത്തുന്നത്. ആരാ? ഞാനാണ്. ഐ ലിഫ്റ്റ് ദ കൈറ്റ് ഹൈ ഇൻ ടു ദ സ്കൈ. ആകാശത്തിന് ഉയരെ ഉയരെ ഈ കൈറ്റിനെ പറത്തുന്നത് ഞാനാണ്. വിത്തൗട്ട് മീ ഇറ്റ് വുൾ ഫോൾ ഓൺ ദ ഗ്രൗണ്ട്. ഞാനില്ലെങ്കിൽ ഈ പട്ടം താഴെ വീഴും എന്ന് ആര് പറയാണ്? കാറ്റ് പറയാണ്. നെക്സ്റ്റ് പേജ്. The kite's tail fluttered and said, wait,
I too. I keep the kite steady. Without me, it would crash and break. The string looked at everyone and said, without me, how will a kite fly? I make it soar high. I guide it as it moves through the sky. The mayor listened carefully to everyone. He asked thoughtfully, so who really flies the kite? They all paused to think. Then the boy said gently, we all do it. The kite flies because of our efforts. അപ്പൊ എന്ത് സംഭവിച്ചു? കാറ്റ് പറഞ്ഞു ഞാനാണ് പറത്തുന്നത്, ഞാനില്ലെങ്കിൽ ഈ പട്ടത്തിന് ഇത്ര ഉയരിൽ പറക്കാൻ കഴിയില്ല, താഴെ വീഴുമെന്ന് കാറ്റ് പറയണം അല്ലെ. അപ്പൊ ഇത് കേട്ടിട്ട് ആര് പറയണ? അതായത് പട്ടത്തിന്റെ ടെയില്, ഇത് കണ്ടിട്ടില്ലേ, ഇതാണ് പട്ടത്തിന്റെ ടെയിൽ. അപ്പൊ ഈ ടെയിൽ എന്ത് പറഞ്ഞു? വെയിറ്റ്, ഞാനാണ്. ഐ കീപ് ദ കൈറ്റ് സ്റ്റഡി. ഈ പട്ടത്തിനെ സ്റ്റഡി ആക്കി നിർത്തുന്നത് ഞാനാണ്, ഞാനില്ലെങ്കിൽ പട്ടം എന്താവും, പൊട്ടിപ്പോകും എന്ന് ആര് പറയാണ്? ടെയിൽ പറയണം. The string looked at everyone and said. അപ്പൊ ഇത് കേട്ടിട്ട് സ്ട്രിങ്, അതായത് അതിന്റെ നൂല്, ഈ പട്ടത്തിന്റെ നൂല് പറയാണ് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് തർക്കിക്കുന്നത്? ബോയ് പറഞ്ഞു ബോയ് ആണ്. അപ്പൊ അടുത്തത് വിൻഡ് പറഞ്ഞു അല്ല ഞാനാണ് പട്ടം പറത്തുന്നത്. ഇത് കേട്ട് പട്ടത്തിന്റെ വാല് പറയണം, ടെയില് പറയണം അല്ല ഞാനാണ്, ഞാനില്ലെങ്കിൽ ഈ പട്ടം പൊട്ടിപ്പോകും, അതായത് ക്രാഷ് ആയി ബ്രേക്ക് ആയി പോകുന്നു പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് സ്ട്രിങ്, അതായത് പട്ടത്തിന്റെ നൂല് പറയാണ് ഞാനില്ലെങ്കിൽ, വിത്തൗട്ട് മീ ഹൗ വിൽ എ കൈറ്റ് ഫ്ലൈ, ഞാനില്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പട്ടം പറക്കുക? ഞാനാണ് ഈ പട്ടത്തിനെ വളരെ ഉയരെ പറത്തുന്നത്, ഞാനാണ് പട്ടത്തിനെ ആകാശത്തിന്റെ എവിടേക്ക് പോകണമെന്ന് പട്ടത്തിന് ഗൈഡ് ചെയ്യുന്നത്, അതായത് എങ്ങനെ ഏത് വഴി കൂടെ പോകണമെന്ന് നിർദ്ദേശിക്കുന്നതും അതിന് കറക്റ്റ് ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നതും ഞാനാണെന്ന് ആര് പറയണം? സ്ട്രിങ് പറയണം. ഇതെല്ലാം കേട്ട് ആര് നിൽക്കുകയാണ്? അവിടെ മേയർ നിൽക്കുന്നുണ്ട്. അപ്പൊ മേയർ ഇവർ പറയുന്നതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടിട്ട് ഹി ആസ്ക്ഡ് തോട്ട്ഫുള്ളി, എന്നിട്ട് കുറച്ച് നേരം ചിന്തിച്ചിട്ട് എന്ത് പറയാണ്? അങ്ങനെയാണെങ്കിൽ സോ ഹൂ റിയലി ഫ്ലൈസ് ദ കൈറ്റ്, അങ്ങനെയാണെങ്കിൽ ശരിക്കും ആരാണ് പട്ടം പറത്തുന്നത്? അപ്പൊ എല്ലാവരും കുറച്ച് നേരം ചിന്തിച്ചു നിന്നു. എന്നിട്ട് ബോയ് പറഞ്ഞു. then the boy said gently, വളരെ ബഹുമാനത്തോടു കൂടെ ബോയ് എന്ത് പറയാണ്? വളരെ ശാന്തമായിട്ട് ബോയ് തർക്കിച്ചൊന്നുമില്ല. എന്ത് പറഞ്ഞു? ഞങ്ങൾ എല്ലാവരുമാണ് പട്ടം പറത്തുന്നത്. the kite flies because of our effort. കൈറ്റ് പട്ടം പറക്കുന്നതിന് കാരണം ഞങ്ങളുടെ ഓരോരുത്തരുടെയും പരിശ്രമമാണ്, ഞങ്ങൾ ഓരോരുത്തരും കൂടി ചേർന്നിട്ടാണ് പട്ടം പറത്തുന്നതെന്ന് ആര് പറയാണ്? ബോയ് പറഞ്ഞു അല്ലേ. The wind agreed and the tail nodded too. The string also smiled and agreed. The kite started dancing in the air. The mayor smiled warmly. You are right. Together you make the kite fly beautifully. This kite is a symbol of unity. If we work together, we can achieve anything. Everyone smiled. Together we fly the kite. They shouted cheerfully. The kite continued to soar high in the sky. ആരാ എഴുതിയിരിക്കുന്നത്? സ്റ്റോറി റൈറ്റർ ആണ് മൈക്കൽ റോഗേഴ്സ് ആണ് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് ബോയ് പറഞ്ഞത് കേട്ടിട്ട് കാറ്റിന്റെ ഇത് സമ്മതിച്ചു അല്ലെ, വിൻഡ് എഗ്രി ചെയ്തു സമ്മതിച്ചു, ടെയില് നോഡ് ഇട്ടു, നോഡ് പറഞ്ഞ തലയാട്ടുക സമ്മതിച്ചു, സ്ട്രിങ് ഓൾസോ സ്മൈൽഡ് ആൻഡ് എഗ്രി, സ്ട്രിങ്ങും ചിരിച്ചുകൊണ്ട് ആ ബോയ് പറഞ്ഞ കാര്യം സമ്മതിച്ചു, ഞങ്ങളുടെ എല്ലാവരുടെ എഫേർട്ട് തന്നെയാണ് പട്ടം പറക്കുന്നതെന്ന് അവരെല്ലാവരും ഒന്നിച്ച് സമ്മതിച്ചു. ദ കൈറ്റ് സ്റ്റാർട്ട് ഡാൻസിങ് ഇൻ ദ എയർ, ഇത് കണ്ട കൈറ്റിന് ഒരുപാട് സന്തോഷമായിട്ട് ആകാശത്ത് പോയിട്ട് ഡാൻസ് കളിക്കുന്നത്, ഉയരെ പോയിട്ട് പറക്കുകയാണ് അല്ലെ. ദ മേയർ സ്മൈൽഡ് വാം, ഇത് എന്റെ മേയറിന് ഒരുപാട് സന്തോഷമായി, ചിരിച്ചുകൊണ്ട് അദ്ദേഹം എന്താ പറയണത്? യു ആർ റൈറ്റ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ടുഗദർ യു മേക്ക് ദ കൈറ്റ് ഫ്ലൈ ബ്യൂട്ടിഫുൾ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് പട്ടം ഇത്രയും ഹൈറ്റിൽ ഭംഗിയായിട്ട് പറത്തുന്നത്. ദിസ് കൈറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് യൂണിറ്റി, അപ്പൊ ഒത്തൊരുമയുടെ ഒരു ചിഹ്നമാണ്, ഒരു സിമ്പിൾ ആണ് ഈ പട്ടം. ഇഫ് വി വർക്ക് ടുഗദർ വി ക്യാൻ അച്ചീവ് എനിത്തിങ്, അപ്പൊ ഒന്നിച്ച് നിന്നാൽ നമുക്ക് എന്ത് വലിയ കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ സാധിക്കും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത് കേട്ട് എല്ലാവരും സ്മൈൽ ചെയ്തു. എവരിവൺ സ്മൈൽ. Together we fly the kite. They shouted cheerfully. ഇപ്പൊ സന്തോഷപൂർവ്വം അവരെല്ലാവരും കൂടെ ഒന്നിച്ച് എന്ത് പറയാണ്? ഒന്നിച്ചാണ് ഞങ്ങൾ ഈ പട്ടം പറത്തുന്നത്. The kite continued to soar high in the sky. പട്ടം അപ്പോൾ ഉയരെ ആകാശത്ത് ഉയരെ പറന്നുകൊണ്ടേയിരുന്നു. ഇതാണ് കഥ. അപ്പൊ എങ്ങനെയുണ്ട് കഥ? എല്ലാ കൂട്ടർക്കും ഇഷ്ടമായോ? കഥയിൽ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? മേയറിനെയാണോ, ബോയ് ആണോ, കൈറ്റിനെയാണോ, വിൻഡിനെയാണോ, ടെയിലിനെയാണോ? പിന്നെ ആരാ ഉള്ളത്? വിൻഡ്, ടെയില്, പിന്നെ സ്ട്രിങ് അല്ലെ. സ്ട്രിങ് ആരെയാണ് നിങ്ങൾക്ക് കഥയിൽ ഇഷ്ടമായ ക്യാരക്ടർ ആരാന്നൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കഥയിലെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. Here are the events of the story. Who flies the kite? They are in a jumbled manner. Arrange them in the correct order. അതിലെ കഥയിലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓർഡർ തെറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ എഴുതണം. അപ്പൊ നമുക്ക് ആദ്യം ABCDE ഈ 5 പോയിന്റ്സ് എന്തൊക്കെയാന്ന് വായിക്കാം. A. The boy said, I made this kite and I fly. ബോയ് എന്ത് പറഞ്ഞു? ഞാനാണ് പട്ടം ഉണ്ടാക്കിയത്, ഞാനാണ് പറത്തുന്നതെന്ന് ബോയ് പറഞ്ഞു. B. They all smiled and agreed. The kite flies because we work together as a team. അവരെല്ലാവരും ഒന്നിച്ച് ചിരിച്ചുകൊണ്ട് എഗ്രി ചെയ്തു.
സമ്മതിച്ചു, പട്ടം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഉണ്ടാക്കിയത്, ഒന്നിച്ചാണ് പറത്തുന്നതെന്ന് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ടീമായിട്ടാണ് പറത്തുന്നതെന്ന് അവരെല്ലാവരും സമ്മതിച്ചു. C. The kite's tail said, I keep the kite steady in the air. ഈ എയറിൽ വായുവിൽ പട്ടത്തിനെ സ്റ്റഡി ആക്കി നിർത്തുന്നത് ഞാനാണെന്ന് കൈറ്റിന്റെ ടെയിൽ വാല് പറയാണ്. The wind softly whispered. വിൻഡ് എന്ത് പറഞ്ഞു? I lift the kite high. ഞാനാണ് പട്ടത്തിന് ഹൈറ്റിൽ പറത്തുന്നതെന്ന് കാറ്റ് പറയാണ്. The mayor saw a boy flying a bright and colorful kite in the park. മേയർ കാണുകയാണ് ഒരു കുട്ടി നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രൈറ്റ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള പട്ടം പറത്തുന്നത് മേയർ കണ്ടു. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരിക? മേയർ ആ ബോയിനെ കാണുന്നതാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? The mayor saw a boy flying a bright and colorful kite in the park. രണ്ടാമത്തെ the boy said, I made this kite and I fly it. മൂന്നാമത്തെ the wind softly whispered, I lift the kite high. നാലാമത്തെ എന്താ വരിക? The kite's tail said, I keep the kite steady in the air. അഞ്ച് they all smiled and agreed, the kite flies because we work together as a team. അടുത്ത ആക്ടിവിറ്റി, അടുത്തൊരു പിക്ചർ സ്റ്റോറിയാണ് അല്ലേ. ഒരു പിക്ചർ സ്റ്റോറി എഴുതുന്നതാണ്. ഇതാണ് കേട്ടോ ഫസ്റ്റ് പേജ്. നമ്മളിത് ഓർഡർ തെറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് പേജ്. പിക്ചർ സ്റ്റോറി കാർഡിന്റെ ഫസ്റ്റ് പേജ് ഇതാണ്. അപ്പൊ എന്താണ് പിക്ചർ സ്റ്റോറി കാർഡ് ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? അതായത് പിക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറി എഴുതുക. ഇവിടെ എന്ത് എഴുതാം? ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. സം ഓഫ് ദ ഇവന്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവന്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് വെറെവർ നെസസറി. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. എന്തൊക്കെ ചെയ്യണം? ഈ ചിത്രത്തിന് താഴെ കാണുന്ന ബോക്സിൽ അത് ആ പിക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം എഴുതുക. പിക്ചർ ഇല്ലാത്തടത്ത് എന്ത് ചെയ്യണം? പിക്ചർ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? കഥയ്ക്ക് ഒരു പേരും കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? കഥ നോക്കാം. എന്താ ചിത്രത്തിൽ കാണുന്നത്? റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. One day he got a sapling. He decided to plant a sapling in his orchard. അപ്പൊ റെനിക്ക് എന്ത് കിട്ടി? ഒരു പ്ലാന്റ് കിട്ടി. അപ്പൊ അവനത് നടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ചെറിയൊരു ചെടി കിട്ടി. അപ്പൊ അവനത് നടാൻ പോവുകയാണ്. അവന്റെ തോട്ടത്തിൽ അവനത് നടാൻ വന്നു. അപ്പൊ അവൻ അത് നടുകയാണ്. അപ്പൊ അടുത്ത ചിത്രം എന്താ നോക്കൂ. ചിത്രം നോക്കിയിട്ട് എന്താ നമുക്ക് എഴുതാം? റെനി കെയർഫുള്ളി പ്ലാന്റഡ് ദ സാപ്ലിംഗ്. എവറി ഡേ ഹി വാട്ടർഡ് ഇറ്റ് ആൻഡ് ടൂക്ക് കെയർ ഓഫ് ഇറ്റ്. അടുത്ത് എന്ത് എഴുതാം? Soon the sapling began to grow. അങ്ങനെ പതുക്കെ ആ സാപ്ലിംഗ് ആ ചെറിയ ചെടി വളരാൻ തുടങ്ങി. Many animals came to help him. അവനെ സഹായിക്കുന്ന ഒരുപാട് ആനിമൽസ് ഒക്കെ വന്നു. They brought water and protect the plant together. അങ്ങനെ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ചെടിയെ സംരക്ഷിച്ചു. ഓക്കെ, ഇതിന് ശേഷമാണ് ഈ പേജ്. എന്താണ് അടുത്ത ചിത്രം നോക്കിയിട്ട് പറയൂ. The plant grew into a beautiful tree. The animals loved to play around it. They all became good friends. അങ്ങനെ ആ ചെടി പോയി വലിയൊരു മരമായി. എല്ലാ ആനിമൽസും ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ചുറ്റും കളിച്ചു. അവരെല്ലാം നല്ലൊരു ഫ്രണ്ട്സ് ആയി. അടുത്തത് നമുക്ക് ഇവന്റ് തന്നിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. നമ്മൾ പിക്ചർ ഡ്രോ ചെയ്യാൻ ചെയ്യേണ്ടത്. എന്താ എഴുതിയിരിക്കുന്നത്? One day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. അപ്പോൾ ഒരു ദിവസം ഒരു മംഗൂസ് വന്നു. മംഗൂസ് വെച്ചാൽ കീരി വന്നിട്ട് ആ മരത്തിന്റെ താഴെ എന്ത് ചെയ്യാണ്? കുഴിക്കുകയാണ് അല്ലേ. ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണ്. എന്താണ്? ഒരു മാളം പോലെ. ബറോ വെച്ചാൽ മാളം ഉണ്ടാക്കുന്നത്. ആര് കണ്ടു? മങ്കി കണ്ടു. കുരങ്ങച്ചാരി കണ്ടു. കുരങ്ങൻ എന്ത് ചെയ്യണം? അവരുടെ ഫ്രണ്ട്സിനെ ഇൻഫോം ചെയ്തു. അപ്പൊ നല്ലതാണോ അങ്ങനെ ഒരു മാളം ഉണ്ടാക്കുന്നത്? അല്ല അല്ലെ. മരത്തിന്റെ വേരുകൾക്ക് നല്ലതല്ല, മരത്തിന്റെ ദോഷമാണ്. അപ്പൊ അടുത്ത നോക്കൂ. അടുത്ത പിക്ചർ നോക്കൂ. All the animals gathered together with Reni. റെനിയും എല്ലാവരും ഒന്നിച്ച് ചേർന്നു. They know the burrow could harm the tree's roots, so they work as a team to drive the mongoose away. അങ്ങനെ അവരെല്ലാവരും കൂടെ മംഗൂസിനെ അവിടെ ഓടിക്കാൻ തീരുമാനിച്ചു. All the animals together drove the mongoose away. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് മംഗൂസിനെ അവിടെ നിന്ന് ഓടിച്ചു. ഇതാണ് കഥ. അപ്പൊ കഥയ്ക്ക് എന്താ നമുക്ക് പേര് കൊടുക്കാം? നമ്മുടെ പേര് ഹെഡിങ് എഴുതിയിട്ടില്ല. അപ്പൊ എന്തായിരിക്കും കഥയ്ക്ക് കൊടുക്കാവുന്ന പേരെന്ത് കൊടുക്കാം നമുക്ക്? റെനി എന്താണ്? റെനിക്ക് കിട്ടിയ പ്ലാന്റ് ആണ് അല്ലേ. അപ്പൊ എന്ത് എഴുതാം? റെനി വിത്ത് ഹിസ് ഓർക്കിഡ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് എഴുതാം? റെനി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇതിന് കൊടുക്കാൻ, ഈ സ്റ്റോറിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഹെഡിങ് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം. Kites. Make different kinds of kites using color paper. Write messages about unity and teamwork on them. നിങ്ങൾ എന്തുണ്ടാക്കാനാണ് പറയുന്നത്? കളർ പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് ഒരു പട്ടം ഉണ്ടാക്കാനാണ് പറയുന്നത്. എന്നിട്ട് യൂണിറ്റി, ഒത്തൊരുമയെ കുറിച്ചിട്ടും അതുപോലെ ടീം വർക്കിനെ കുറിച്ചിട്ട് ഒരു മെസ്സേജ് ഉണ്ടാക്കി അതിൽ എഴുതാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ, യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് എഴുതുന്ന പോലെ. ആൻഡ് ഓർഗനൈസ് എ കൈറ്റ് ഫ്ലൈയിങ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ. എന്നിട്ട് എന്ത് ചെയ്യുക? പട്ടം പറത്തുന്ന ഒരു കോമ്പറ്റീഷൻ നടത്താനാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ പറയും. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു പട്ടം ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യാം? യൂണിറ്റി, ഒത്തൊരുമയെ കുറിച്ചിട്ട് ഒരു മെസ്സേജ് എഴുതാം.
ഇൻഡിവിജ്വലി വി ആർ വൺ ഡ്രോപ്പ്, ടുഗദർ വി ആർ ആൻ ഓഷ്യൻ. എന്താണ് അർത്ഥം? എന്താ? തനിച്ച് നിന്നാൽ നമ്മളൊരു വെള്ളത്തുള്ളിയുടെ അത്ര നമുക്ക് ഉണ്ടാവുള്ളൂ, എന്നാൽ നമ്മളെല്ലാവരും ഒന്നിച്ച് നമുക്ക് എന്താണ് ഒരു വലിയൊരു വലിയൊരു കടൽ പോലെ അത്രയും ശക്തി ഉണ്ടായിരിക്കും അല്ലെ, വലിയൊരു ഓഷ്യൻ പോലെ ആയിരിക്കും നമ്മളെന്നാണ് ഇവിടെ പറയണത്. എന്താണ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടീം വർക്ക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മെസ്സേജ് എഴുതാനാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് ആക്ടിവിറ്റി ഗ്രാഫ്റ്റ് കോർണർ. Look at the pictures. The ants are made with different materials. ചിത്രത്തിൽ കാണുന്നില്ലേ, ചിത്രത്തിൽ കാണുന്ന ഉറുമ്പുകളൊക്കെ പല 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 മെറ്റീരിയൽസ്, പല പല വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഉറുമ്പുകളാണ്. ആഫ്റ്റർ മേക്കിംഗ്, അപ്പൊ ഇതുപോലെ നിങ്ങളുടെ എന്ത് ചെയ്യാനാ പറഞ്ഞാൽ ഒരു ഉറുമ്പിനെ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബീഡ്സോ മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറുമ്പിനെ ഉണ്ടാക്കുക. ആഫ്റ്റർ മേക്കിംഗ് യുവർ ആൻഡ്സ് റൈറ്റ് ദ ഡീറ്റെയിൽസ് ബിലോ. അതിന് ശേഷമാണ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഉറുമ്പിനെ ഉണ്ടാക്കുക. ഐ മെയ്ഡ് മൈ ആൻഡ് വിത്ത്, ആ ഉറുമ്പ് നിങ്ങൾ എന്ത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെന്ന് ഇവിടെ എഴുതണം. ഇവിടെ നമ്മൾ എഴുതിയത് ബീഡ്സ് ആണ്, മുത്തുകളാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് കളർ ഈസ്, അതിന്റെ കളർ എഴുതുക. എന്താ അതിന്റെ കളർ എന്ന് വെച്ചാൽ അത് എഴുതുക. ഇവിടെ ബ്ലാക്ക് ആണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് മൈ ആൻഡ് ആസ്, ഉറുമ്പിന് എത്ര കാലുണ്ട്? 6 legs. I named my ant. ഉറുമ്പിന് കൊടുത്ത പേരെന്താ അത് എഴുതുക. ഇവിടെ നമ്മൾ ടോബി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ എന്താണ് ഉറുമ്പിന് കൊടുത്ത പേര് അത് എഴുതുക. ഐ വുഡ് ലൈക്ക് ടു പ്ലേസ് മൈ ആൻഡ് ഇൻ ദ, നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ ഉറുമ്പിനെ വെക്കാൻ ആഗ്രഹം? ഗാർഡനിലാണോ, ഫോറസ്റ്റിലാണോ, പ്ലേ ഗ്രൗണ്ടിലാണോ, റൂമിലാണോ, എവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉറുമ്പിനെ നിങ്ങൾ ഉണ്ടാക്കിയ ഉറുമ്പ് വെക്കാൻ ഇഷ്ടം, ആ സ്ഥലം എഴുതുക. ഇവിടെ നമ്മൾ പ്ലേ ഗ്രൗണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ ക്ലാസ് ആയിരുന്നു നമ്മൾ ഇത്ര നേരം കണ്ടത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ ഇഷ്ടമായില്ലേ, ചാപ്റ്റർ മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ഫുൾ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാരും ക്ലാസ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.